മലബാർ കോട്ടയിൽ നിന്ന് മധ്യത്തിലേക്ക് മറ്റൊരു കോട്ടയിലേക്കാണ്. അത് കോൺഗ്രസ് കോട്ടയെന്നാണ് UDF ഊറ്റം കൊള്ളുന്നത്. എറണാകുളം അട്ടിമറിക്കായി കണ്ണിൽ എണ്ണയൊഴിച്ച് സംവിധാനങ്ങൾ ഒന്നായി ഓവർ ടൈം കാലങ്ങളായി കൺസിസ്റ്റന്റായി LDF പണിയെടുക്കുന്ന എറണാകുളം ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം, വ്യാവസായിക തലസ്ഥാനം, മെട്രോ നഗരം, മാറ്റങ്ങളിൽ മാറാൻ മടിക്കാത്തൊരു മണ്ഡലം. ഇക്കുറി എന്തെങ്കിലും അടിയൊഴുക്ക് സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽപ്പാണ് 67-ൽ വിശ്വനാഥ മേനോന്റെ വിജയഭേരിയെന്നും 96-ൽ സേവ്യർ ഇറക്കലെന്നും സെബാസ്റ്റ്യൻ പോൾ എന്നും അട്ടിമറി എന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ട് CPM. പ്രചരണ വഴിയിൽ KJ ഷൈൻ എന്ന ടീച്ചർ മൂർച്ചയുള്ള വാക്കുകളിൽ ഇംപ്രിന്റ് ഉണ്ടാക്കുമ്പോൾ പേടിക്കണോ? ജോർജ് ഈഡന്റെ പുത്രൻ ദാ വരുന്നു. ടോപ്പ് 10 ക്വസ്റ്റ്യൻ, ടോപ്പ് 10 ഇൻഡെക്സ്. ആദ്യ ചോദ്യം നമ്മൾ പറയുന്നു, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? എറണാകുളം പറയുന്നു വിലക്കയറ്റം ഞങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നവർ 15.1%. വിലക്കയറ്റം രാഷ്ട്രീയം എന്ന് പറയുന്നവർ 10.1%. സ്ഥാനാർത്ഥി മികവെന്ന് പറയുന്നവർ 23.8% ആളുകൾ പറയുന്നു സ്ഥാനാർത്ഥിയെ നോക്കിയാണ് ഞങ്ങളുടെ വോട്ടെന്ന് പറയുന്നു. തൊഴിലില്ലായ്മ എന്ന് പറയുന്നവർ 2.8%. വികസനം നോക്കി, മണ്ഡലത്തിലെ വികസനമടക്കം സ്ഥാനാർത്ഥിയോടൊന്ന് വികസനമടക്കം നോക്കിയാണ് ഞങ്ങളുടെ വോട്ട് എന്ന് പറയുന്നവർ 24.8%. അഴിമതിയും വിവാദങ്ങളിലും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, മറക്കില്ല എന്ന് പറയുന്നവർ 3.4%. സിറ്റിംഗ് MPയുടെ പ്രവർത്തനം എന്ന് പറയുന്നവർ 17.5% എന്ന് പറയുന്നു. മറ്റ് വിഷയങ്ങൾ ഒന്നുമല്ല, മറ്റെന്തൊക്കെയോ വിഷയങ്ങളാണ് ഞങ്ങളെ വോട്ടിന് പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നവർ 2.8%. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര്? അത് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നു 35.8% ആളുകൾ. അല്ല, സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നവർ 32.5%. എന്ന് പറഞ്ഞാൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഇരുവരും ചേർന്നാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക്, ഈ പറയുന്ന ഖജനാവ് കാലിയാവലിന് കാരണം എന്ന് പറയുന്നവർ 31.7% ആളുകൾ. എറണാകുളത്ത് കൂടിയാണ്. ഇപ്പോൾ നേരത്തെ പല മണ്ഡലങ്ങളും കേന്ദ്ര സർക്കാരാണ് കുറ്റം എന്നതിൽ ബഹുഭൂരിപക്ഷം റേറ്റിംഗ് നമ്മൾ കണ്ടു. എറണാകുളത്ത് പക്ഷേ അങ്ങനെയല്ല, ഇത് കട്ടക്കിയാട്ട ഇഞ്ചോടിഞ്ച് 3 കണക്കുകളും നിൽക്കുകയാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? ഇല്ല എന്ന് പറയുന്നവർ 19.4 ആണെങ്കിൽ ഒരു UDF മണ്ഡലമായിരുന്ന എറണാകുളം പറയുന്നു വിലയിരുത്തുമെന്ന് പറയുന്നവർ 80.6 ആണ്. 80.6%. മലപ്പുറത്തും കണ്ടു 80-ന് മുകളിൽ. എറണാകുളത്തും കാണുന്നു 80.6% ആളുകൾ പറയുന്നു സംസ്ഥാന സർക്കാർ നല്ലതാണോ മോശമാണോ എന്ന് ഞങ്ങൾ നോക്കും. വോട്ടെല്ലാം സീനാകുമോ? എറണാകുളത്ത് തുടർച്ചയോ ഇടർച്ചയോ? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. ഓക്കെ, ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കുമെന്ന് പറയുന്നവർ 36.9 ആണെങ്കിൽ ഇല്ല, അത് സ്വാധീനിക്കില്ല, അത് ഞങ്ങളുടെ വോട്ടിംഗ് പരിഗണനയിലേക്ക് അത് വരുന്നില്ല എന്ന് പറയുന്നവർ 63.1%. നേരത്തെ പറയുന്നത് പോലെ അത് പൗരത്വ ഭേദഗതി, അതിൻ്റെ ഫാർ റീച്ചിങ് കോൺസിക്വൻസ്, അതിൻ്റെ ഗുണം ദോഷം എന്ന് പരിഗണിച്ചല്ല, ബൂത്തിലേക്ക് പോകുമ്പോൾ വോട്ട് ചെയ്യാനൊരു കാരണം അതാവുന്നില്ല എന്ന് പറയുന്നവർ 63.1% ആളുകൾ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചതെന്ന് പറയുന്നു 2.3% ആളുകളെ പറയുന്നുള്ളൂ. മികച്ചതെന്ന് പറയുന്നവർ 7.9 ശരാശരി എന്ന് പറയുന്നവർ 38.5. ഇവിടെയും ശരാശരിക്ക് വലിയ മാർക്ക് എറണാകുളത്തും വരുന്നുണ്ട് കോൺഗ്രസ് മണ്ഡലത്തിൽ. മോശമെന്ന് പറയുന്നത് 29.5, വളരെ മോശം എന്ന് പറയുന്നവർ 21.8. അപ്പോൾ മോശം വളരെ മോശം ചേരുമ്പോഴേക്കും വലിയൊരു കണക്കിലേക്ക് അവിടെ ഇത് മോശം സർക്കാരാണ് എന്നൊരു റേറ്റിംഗിലേക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ആറാം ചോദ്യം, പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വേട്ടയാടുന്നുണ്ട്, രാജ്യത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ വിച്ച് ഹണ്ടിങ് ആണെന്ന് പറയുന്നവർ 46.3 ഇല്ല, അങ്ങനെ വേട്ടയൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുന്നവർ 33.8. അറിയില്ല എന്ന് പറയുന്നവർ 19.9. ഒരിക്കൽ കൂടി പറയുന്നു, ഇതുവരെ നടന്ന മണ്ഡലങ്ങളിൽ കേന്ദ്ര സർക്കാരിന് വേട്ടയുണ്ടെന്ന് ബഹുഭൂരിപക്ഷം വോട്ടർമാരും വിശ്വസിക്കുന്നെങ്കിൽ അത് ചില രാഷ്ട്രീയ ബോധ്യങ്ങളുടെയും രാഷ്ട്രീയ ബോധ്യമാറ്റങ്ങളുടെയും സൂചനയാണെന്ന് ഉറപ്പായും പറയാം. ഓക്കെ, ഏഴാം ചോദ്യം, കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരെന്ന ചോദ്യത്തിന് അവിടെയും മറ്റൊരു മറുപടി ഇല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നവർ 42.2%, VD സതീശൻ എന്ന് പറയുന്നവർ 29.9%. എറണാകുളം പോലെ കോൺഗ്രസിന് ആഴത്തിൽ വളക്കൂറുള്ളൊരു മണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് VD സതീശന് കിട്ടുന്ന വോട്ട് 29.9. രമേശ് ചെന്നിത്തലയ്ക്ക് അത് 16.8. കെ സുരേന്ദ്രൻ 6.8%, വി മുരളീധരന് 2.8%, MV ഗോവിന്ദന് 1.2%. അപ്പോൾ എറണാകുളം പോലെ ഒരു കോൺഗ്രസിൻ്റെ അടിയുറച്ച കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോലും അവരുടെ പോപ്പുലർ നേതാവായ തലപ്പൊക്കമുള്ള നേതാവായ ചോദ്യത്തിന് അവരുടെ മറുപടി മറ്റൊന്നല്ല, 42.2% ആളുകൾ പറയുന്നു അത് പിണറായി വിജയൻ. ഓക്കെ, എട്ടാം ചോദ്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്നു 21.7 ആണെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു 55.2. പകുതിയിലധികം ആളുകൾ എറണാകുളത്ത് വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട നേതാവ്. കോൺഗ്രസിൻ്റെ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് അത് കിട്ടിയാൽ മതിയോ? മലപ്പുറത്തൊക്കെ അതിനേക്കാൾ കൂടുതൽ വന്നതാണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സീതാറാം യെച്ചൂരി എന്ന് പറയുന്നവർ 17.4. മമതാ ബാനർജി എന്ന് പറയുന്നവർ 2.6. അഖിലേഷ് യാദവ് എന്ന് പറയുന്നവർ ആരുമില്ല, വട്ടപൂജ്യം. MK സ്റ്റാലിൻ എന്ന് പറയുന്നവർ എറണാകുളത്ത് MK സ്റ്റാലിൻ
3 മുകളിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 4 മണ്ഡലം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം 1.2, 2.3 എന്ന അവസ്ഥയിൽ നിന്നെങ്കിൽ MK സ്റ്റാലിൻ എറണാകുളത്തുകാർ 3.1% എന്ന വലിയ മാർക്കിൽ കലൈഞ്ജറുടെ മകനെ ഇഷ്ടപ്പെടുന്നു. വോട്ടെല്ലാം സീനാകുമോ? എറണാകുളത്ത് തുടർച്ചയോ ഇടർച്ചയോ? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. ഓക്കെ, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിന് വെല്ലുവിളിയാകും എന്ന് പറയുന്നത് 29.5 വെല്ലുവിളിയാകില്ല എന്ന് പറയുന്നവർ 38.9 നിലപാടില്ല, ഞങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് പറയുന്നവർ 31.6 എന്ന് പറഞ്ഞാൽ നേരത്തെ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണിയുടെ ഇവോൾവ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വരിക, അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്, അതിൻ്റെ പ്രഹരശേഷി എങ്ങനെയാണ് എന്ന് പിടികിട്ടാത്തവർ കൂടിയാണ് ഒരുപക്ഷെ 31.6 എന്തും സംഭവിക്കാം എന്ന് കരുതുന്നവരാണ് അവർ. 10ാം ചോദ്യം, രാജ്യം ആര് ഭരിക്കുമെന്നാണ് എറണാകുളത്തെ വോട്ടർമാരെ നിങ്ങൾ കരുതുന്നത്? NDA എന്ന് പറയുന്നവർ 53.9, ഇന്ത്യ എന്ന് പറയുന്നവർ 33.4, ഇതല്ല മറ്റുള്ള ആരൊക്കെയോ ചേർന്ന് ഭരിക്കും എന്ന് കരുതുന്നവർ 1.8. അത് മറ്റുള്ളവർ ആരാണെന്ന് ആ ചോദ്യത്തിന് അങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ട് ചോദിക്കണം. ഓക്കെ, എന്തായാലും മറ്റുള്ളവർ 1.8 എന്ന് പറയുന്നു. നോ കമൻസ്, ഞങ്ങൾക്കിതിൽ പറയാനില്ല കാര്യങ്ങൾ എന്ന് പറയുന്നവർ 10.9. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ പൂർത്തിയാകുന്നു. ഇനി ഏറ്റവും ക്രൂഷ്യൽ ചോദ്യം, ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റമുണ്ടോ എന്നതാണ് ചോദ്യം. ഞാൻ പാനലിലേക്ക് പോകുന്നു. പാനൽ, KJ ഷൈൻ ഒരു ഈസി വാക്ക് ഓവർ സ്ഥാനാർത്ഥി എന്ന ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നെങ്കിൽ പ്രചരണത്തിന് 17ാം നാൾ ബാക്കിയുള്ളപ്പോൾ KJ ഷൈൻ മണ്ഡലത്തിൽ പരിചിതയാണ്. അവരുടെ സംസാരം വളരെ നല്ല സംസാരമാണ്, വളരെ എന്താണ് തീപ്പൊരി പ്രസംഗമാണെന്നറിയാം. ഇപ്പോൾ KJ ഷൈൻ എല്ലാവർക്കും അറിയാം. നല്ല സ്ഥാനാർത്ഥി എന്നൊരു പേര് വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മാറ്റത്തിൻ്റെ കാറ്റ് മണക്കുന്നുണ്ടോ? അത് നമുക്ക് നമ്മുടെ ഈ അഭിപ്രായ സർവേ പൂർണ്ണമായി പരിശോധിച്ച് കഴിയുമ്പോൾ ആണ് ജനങ്ങൾ എങ്ങനെയാണ് ഈ എറണാകുളം മണ്ഡലത്തിലെ ഈ ജയ സാധ്യതകളെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമുക്കറിയാം, എറണാകുളം ഇപ്പോൾ UDFനെ സംബന്ധിച്ച് അവർക്ക് സുഖമായി അവർക്ക് ഒരു വിജയപ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന മറ്റ് ഏതെങ്കിലും തരത്തിൽ വലിയ വെല്ലുവിളികളൊന്നും നേരിടേണ്ട സാഹചര്യമില്ലാത്ത ഒരു മണ്ഡലമായി എറണാകുളം നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ P. രാജീവിനെ പോലെ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഹൈബീഡിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ്. അന്ന് ശബരിമല പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് സ്ത്രീ വോട്ടർമാരിൽ പലരും ഈ P. രാജീവിനെ പോലെ ഒരു നല്ല സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും അനുകൂലമായി CPM അനുകൂലമായി വോട്ടുകൾ വീണിട്ടില്ല, പാർട്ടിയിൽ നിന്ന് പോലും വീണിട്ടില്ല എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു PP ജെയിംസ്, ഈ എറണാകുളത്ത് നമ്മളിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവരൊരു വിഷയമായി കാണുന്നത് സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ KJ ഷൈൻ അവർ ഒരു വനിതാ മുഖമാണ്, അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനാ നേതാവാണ്. അങ്ങനെ പാർട്ടിക്കകത്ത് കേഡർ വോട്ടുകൾ വന്ന് വീഴാൻ കഴിവുള്ള, അത് വാങ്ങിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അതിനപ്പുറത്ത് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചോദ്യമില്ല. ഗോപി, ഇതിപ്പോൾ എറണാകുളത്തിന്റെ പൊതുചരിത്രം എടുത്താൽ 2-3 തവണ ഉണ്ടായിട്ടുള്ള മാറ്റം ഒഴിച്ചാൽ കേരളത്തിലെ UDFന്റെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് എറണാകുളം. കഴിഞ്ഞ തവണ LDFന്റെ വൻ മുന്നേറ്റം നിയമസഭയിൽ നടന്നപ്പോഴും ഒരുപക്ഷെ LDFന്റെ CPMന്റെ ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയ ഒരു ജില്ല കൂടിയാണ് എറണാകുളം. അപ്പോൾ എറണാകുളത്ത് ഒരു അട്ടിമറിക്കുള്ള സാധ്യത, ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളതായിട്ട് കാണുന്നില്ല. എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥിയുടെ മികവിനെ കുറിച്ച് ഇപ്പോൾ ഗോപി പറഞ്ഞു. സ്വാഭാവികമായിട്ടും മറ്റേ ഹൈബി ഈഡൻ ചെറുപ്പക്കാരനാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ വെല്ലാവുന്ന തരത്തിലേക്ക് ഷൈൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ വിശ്വനാഥ മേനോൻ 67-ൽ ഉണ്ടാക്കിയ ഒരു തരംഗം, അല്ലെങ്കിൽ പിന്നീട് സെബാസ്റ്റ്യൻ പോൾ വന്നിട്ട് സെബാസ്റ്റ്യൻ പോൾ ഉണ്ടാക്കിയ ഒരു ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മുഖച്ഛായ, ഇതൊന്നും പിന്നീട് വന്നവർക്ക്, അല്ലെങ്കിൽ സേവ്യർ അറക്കൽ, അദ്ദേഹം ഒരു റിബലായിട്ട് കയറി വന്നതാണ്. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലുള്ളതായിട്ട് കാണുന്നില്ല. എന്ന് മാത്രമല്ല, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പിണറായി വിജയനും രാഹുൽ ഗാന്ധിക്കും മലപ്പുറത്ത് കിട്ടിയ ഒരു തമ്പിങ് ആയിട്ടുള്ളത് ഇവിടെ ഇല്ല. കാരണം പിണറായി വിജയന് മലപ്പുറത്ത് 47% സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇവിടെ 42ആണ്. രാഹുൽ ഗാന്ധിക്ക് മലപ്പുറത്ത് 62% ഉണ്ടായിരുന്നു, ഇവിടെ 55ആണ്. അപ്പോൾ കുറച്ചും കൂടിയും ഈ പറയാം ന്യൂനപക്ഷ മനസ്സിൻ്റെ അത്ര തീവ്രമായിട്ട് മലപ്പുറത്തിൻ്റെ ഒരു മുസ്ലിം വികാരം എറണാകുളത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് മലപ്പുറത്ത് പറഞ്ഞത്. പക്ഷെ എറണാകുളത്ത് കുറച്ചുകൂടി പ്രാക്ടിക്കലാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും NDA സഖ്യം തന്നെ അധികാരത്തിൽ വരുമെന്ന് റിയലിസ്റ്റിക് ആണെന്ന് പറയുന്നുണ്ട്, റിയലിസ്റ്റിക് ആയിട്ടാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നില്ല. റിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. അത് പറയാത്തതിന്റെ കാരണം 400 സീറ്റ് നേടുമെന്നുള്ള ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഡൽഹിയിലെ ജേർണലിസ്റ്റുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഗോപി കേൾക്കുന്നത് 300-ലൊക്കെ എത്തുന്നതാണ്.
17 ദിവസം കഴിയുമ്പോൾ എന്താ അല്ലെങ്കിൽ മറ്റേത് വരുമ്പോൾ എന്താ പറയാൻ നമുക്കറിയില്ല. പറ്റില്ല. അതെ. അപ്പൊ അതുകൊണ്ട് ഈ നേരത്തെ ദേശീയ രാഷ്ട്രീയം പറയല്ല, പല അത്ഭുതങ്ങളും ഇന്ദിരാഗാന്ധി സംഭവിച്ച ചരിത്രമുണ്ട്. അതെ. 77 ആരും അത് കണ്ടില്ല. അതെ, അടിയന്തരാവസ്ഥ വാജ്പേയി തോൽക്കുമെന്ന് ഒരു മീഡിയയും പ്രവചിച്ചില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ മനസ്സിനെ കുറിച്ച് നമ്മൾ predict ചെയ്യാൻ പറ്റില്ല. കൺക്ലൂഷൻ പറ്റില്ല. ഇപ്പൊ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം ജയിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാനാവില്ല. എന്തായാലും ഒരു എഡ്ജ് UDF ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ. വിജയൻ, ഈ അടിയുറച്ച UDF കോട്ടയിൽ അടിയൊഴുക്കുണ്ടോ എറണാകുളത്ത്? ഇതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഈ ലത്തീൻ സഭയുടെ തീരുമാനം അത് നിർണായകമാണ്. നമ്മളത് പറയാതെ പോയിട്ട് കാര്യമില്ല. കാരണം ലത്തീൻ സഭയിൽ നിന്നുള്ള കാൻഡിഡേറ്റിനെ തേടി ഇടതുമുന്നണി പരക്കം പായുന്ന തെരഞ്ഞെടുപ്പ് അതെ കാണുന്ന നമ്മൾ ഈ തെരഞ്ഞെടുപ്പില്ല പല തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സഭാ നേതൃത്വത്തിന്റെ ഒക്കെ നിലപാട് നിർണായകമാകുന്ന ഒരു മണ്ഡലം കൂടിയാണിത്. അത് ചെറുതല്ലാത്ത സ്വാധീനം ആ മണ്ഡലത്തിലുണ്ട്. അവരുടെ തീരുമാനമെടുത്താൽ അത് നടപ്പാവുകയും ഒക്കെ ചെയ്യും. അത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇവിടെ നേരത്തെ നമ്മൾ റിപ്പോർട്ടിംഗ് സമയത്ത് ഇവിടെ ഈ ലത്തീൻ സഭാ നേതൃത്വത്തിന്റെ കത്തുമായി ഡൽഹിയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കാണാൻ പോയ നേതാക്കളെ നമുക്കറിയാം. ഈ വരുന്നയാൾ സഭാ നേതൃത്വത്തിന് പ്രിയപ്പെട്ടയാളാണ് എന്ന് പറഞ്ഞ് കത്തുമായി പോകുന്നവരുണ്ട്. സഭാ നേതൃത്വം കത്ത് കൊടുത്ത 1, 2, 3, 4, 5 പേരുടെ പേര് ഇതിൽ ഈ ഓർഡർ അനുസരിച്ചാണ് പരിഗണിക്കേണ്ടത്. സഭാ നേതൃത്വത്തിന്റെ കത്ത് ഡൽഹിയിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിലെത്തി ആ കത്ത് പിന്നീട് മാധ്യമങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏത് വഴിക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് അതിൽ വലിയ അത്ഭുതമൊന്നും. വിജയൻ, അവിടെ ഒരു എഡ്ജ് എങ്ങനെയാണ് അത് കൊടുക്കുന്നുണ്ട്? ഷൈൻ ടീച്ചറിന് ഒരു സാധ്യത സഭയുടെ കാൻഡിഡേറ്റ് ആണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഇതിൽ വളരെ വേറൊരു കാര്യമുള്ളത്, ഈ മറ്റൊരു മണ്ഡലത്തിലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വികസനം ഒക്കെ ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫീൽഡിലൊക്കെ വികസനം ചർച്ച ചെയ്യുമെങ്കിലും വികസനം എന്നതൊരു വോട്ടാകുന്നത് നമ്മൾ പലപ്പോഴും കാണാറില്ല. ഇവിടെ നോക്കൂ, 24.5% ആളുകൾ വികസനം. ഇതൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ നമ്മൾ വേണമെങ്കിൽ പറയാറുള്ള തരത്തിൽ കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ്. കൊച്ചി നഗരവും എറണാകുളവും ഒക്കെ ഉൾപ്പെടുന്ന മേഖല. വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെപ്പോലൊക്കെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ വോട്ടർമാരാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേരളത്തിന്റെ ആകെ ജനവിധി നിർണ്ണയിക്കാൻ ഒരു മണ്ഡലം തെരഞ്ഞെടുത്താൽ അത് എറണാകുളം ആകാറുണ്ട് പലപ്പോഴും. അതെ അതെ, പല മേഖല ഇപ്പൊ വടക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ നിന്നും ഒക്കെ ഉള്ളവർ ഇവിടെ പല ആവശ്യങ്ങൾക്കായി വരികയും കൊച്ചിക്കാരാവുകയും അങ്ങനെ കൊച്ചിയിലെ വോട്ടർമാരാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് ഇവിടെ ഉള്ളത്. ആ വാക്ക് തന്നെ നേരത്തെ മേഴ്സി വില്യംസ് ഇവിടെ മേയർ ആയിരുന്ന സമയത്ത് ഉപയോഗിച്ച വാക്കാണ്. അപ്പോൾ അങ്ങനെ അത്തരം ഒരു ജനസമൂഹം കൂടി കൊച്ചിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ തീരുമാനം. എനിക്കൊരു ലോജിക്കലി ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ. പി രാജീവിന് കഴിയാത്തത് ഷൈൻ ടീച്ചർക്ക് കഴിയുമോ എറണാകുളത്ത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ ലോജിക്കലി അതിനൊരു കൺക്ലൂഷൻ വേണം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കഴിഞ്ഞ തവണ ഒരുപക്ഷെ ഹൈബീഡിന് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ പ്രചരണങ്ങളിൽ ഒന്ന് ഇന്ത്യയിലെ ഏക ലാറ്റിൻ കാൻഡിഡേറ്റ് എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ ഇടതുപക്ഷത്തെ അത് സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ പി രാജീവിന് പകരം KJ ഷൈൻ അതേ ഈ ലാറ്റിൻ കാൻഡിഡേറ്റ് ഹൈബീഡിന്റെ അതേ സമുദായത്തിൽ നിന്ന് വന്നതിന് പിന്നിൽ വെറും രാഷ്ട്രീയം മാത്രമല്ല, ഒരു വനിതയെ ഒരു ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആളെ തന്നെ ഇടതുപക്ഷം ഫീൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരുപക്ഷെ ഭൂരിപക്ഷം കുറപ്പിക്കാൻ കഴിയും, വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് മനസ്സിലായില്ല. അതായത് കൂടുതൽ വോട്ട് നേടാൻ കഴിയും. രാജീവ് തോൽവി ഉണ്ടാകില്ല. അങ്ങനെയാണ്. അടുത്ത ചോദ്യം ഇവിടെ ഞാൻ അഖിൽ സുരേഷ് പോകുന്നു. അഖിൽ, ഇവിടെ അനിൽ ചാക്കോ എന്നൊരു പ്രശ്നം പറഞ്ഞു. ഹാഷ്മി 2009 KV തോമസ് വനിതാ തീപ്പൊരി സിന്ധു ജോയിയോട് വെറും 10,000 വോട്ടാണ് കടന്നുകൂടി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഓർമ്മയുണ്ട്, സിന്ധു ജോയ് വേറെ അവരെ സ്ഥാനാർത്ഥി 10,000 വോട്ടൊന്ന് പിടിച്ചു. അതുകൊണ്ട് മാത്രമാണ് സിന്ധു അവിടെ പരാജയപ്പെടാൻ പറ്റിയത്. അഖിലിന് എൻ്റെ വ്യക്തിപരമായ അനുഭവം ഇവിടെ നമ്മുടെ ഓഫീസിനടുത്തൊരു CIT ചേട്ടനുണ്ട്, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഈ KJ ഷൈൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന ആ ദിവസം ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ വിളിച്ചു, കോമനയുടെ KJ ഷൈൻ സ്ഥാനാർത്ഥി. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചത്, ഷൈനോ അതാര് എന്ന് ചോദിച്ച ചേട്ടൻ ഈ കഴിഞ്ഞ ആഴ്ച ചോദിക്കുമ്പോൾ ഗംഭീരമാണ് കേട്ടോ, നല്ല തീപ്പൊരി സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാർട്ടി സർക്കിളിനുള്ളിൽ പുറത്തൊക്കെ KJ ഷൈൻ തരക്കേടില്ലാത്ത സ്ഥാനാർത്ഥിയാണ് എന്നൊരു പേര് ദിവസങ്ങൾ ഉണ്ടാകുന്ന ഒരു തർക്കമൊക്കെ അഖിൽ. അതെ, നമ്മൾ 6 മാസം മുമ്പ് നടത്തിയ സർവേയിൽ ഏകദേശം 15-16% വോട്ട് വ്യത്യാസമായിരുന്നു LDFും UDFും തമ്മിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം സ്ഥാനാർത്ഥി എന്ന രീതിയിൽ KJ ഷൈൻ ഈ പറയുന്ന തുടക്കത്തിൽ ഒരു പരിചയക്കാരി അല്ല
ആളുകൾക്ക് സുപരിചിത അല്ലാന്നതിൽ നിന്നും ഈ ഒരു വളരെ സമയം കിട്ടി, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വളരെ ഒരു സമയം കിട്ടി. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്, ഇപ്പോൾ LDF നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഈ കെ ജെ ഷൈനെ രംഗത്തിറക്കിയത് അവരുടെ കഴിവുകൾ ജനങ്ങളിലേക്ക് കാണിക്കാനും ആ സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് മനസ്സിലാവാനും, ഒരുപക്ഷെ തുടക്കത്തിലെ ഇടതുപക്ഷ ക്യാമ്പുകളിൽ പോലും സ്വീകാര്യതയല്ലാത്ത സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ അവരുടെ വോട്ടുകൾ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ആ സ്ഥാനാർത്ഥിക്ക് ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ സർവേയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സാക്ട്ലി. അപ്പോൾ കെ ജെ ഷൈൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു ചില്ലറ സ്ഥാനാർത്ഥിയല്ല, ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ഒരു മത്സര പ്രതീതിയിലേക്ക് എത്തിക്കുന്നുണ്ട് മണ്ഡലത്തെ. നമ്മൾ തൃക്കാക്കരയൊക്കെ ആ വലിയ മത്സര പ്രതീതി നമ്മൾ കണ്ടതാണ്, ഇഞ്ചോടിഞ്ച് എന്നൊക്കെ പറഞ്ഞാണ്. ലാസ്റ്റ് ഫലം വരുമ്പോൾ എന്താ ഉണ്ടായെന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പാണല്ലോ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദാ വരുന്ന മറുപടി. ഹൈബി ഈഡൻ എന്ന് പറയുന്നവർ 46.2, കെ ജെ ഷൈൻ എന്ന് പറയുന്നവർ 37.8, KS രാധാകൃഷ്ണൻ BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നവർ 12.9. ഇവരൊന്നുമല്ല, മറ്റാരോ ജയിക്കുമെന്ന് പറയുന്നവർ 3.1. അപ്പോൾ എന്ന് പറയുമ്പോൾ 46.2 ഹൈബി ഈഡൻ ഒരിക്കൽ കൂടി എറണാകുളത്ത്. കെ ജെ ഷൈൻ എന്ന് പറയുന്ന പുതുമുഖം ഇടതുമുന്നണി സ്ഥാനാർത്ഥി 37.8% രണ്ടാം സ്ഥാനത്ത്. ഡോക്ടർ KS രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നിന്ന് അത്യാവശ്യം വോട്ടുകൾ സമാഹരിച്ച KS രാധാകൃഷ്ണൻ 12.9% വോട്ടുകളുമായി ബഹുദൂരം പിന്നിൽ. മറ്റുള്ളവർ 3.1. അപ്പോൾ ഇക്കുറിയും ആ കോട്ടയ്ക്ക് പേരിന് പോലും വലിയൊരു ഇളക്കം. 9% കൃത്യമായ വ്യക്തമായ ആധികാരികമായ മുന്നേറ്റത്തിൽ ഇക്കുറിയും എറണാകുളത്ത് ഹൈബി. ഇക്കുറിയും എറണാകുളത്ത് മാറ്റമില്ലാതെ ഹൈബി എന്ന് വേണം മനസ്സിലാക്കാൻ. പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു നേതാവിനൊപ്പം നിൽക്കുന്നു മണ്ഡലം. യുവാക്കളെ ആകർഷിക്കുന്ന യുവാക്കൾക്കൊപ്പം, യുവത്വത്തിനൊപ്പം നിൽക്കുന്നു എറണാകുളത്തിൻ്റെ യുവത്വം എന്ന് പറയണം. നേരത്തെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർണയ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ പരീക്ഷണങ്ങൾ ഒഴിവാക്കി ഷാർപ്പായ ഒരു രാഷ്ട്രീയ കരുനീക്കം കെ ജെ ഷൈനെ ഇറക്കി CPM പയറ്റുന്നെങ്കിലും ഇല്ല ഇമ്പാക്റ്റ് എന്ന് വേണം പറയാൻ. എറണാകുളം സ്റ്റിൽ കോൺഗ്രസിൻ്റെ കോട്ട. ഞാനൊരിക്കൽ കൂടി പാനലിലേക്ക് പോകുന്നു. പാനൽ ഇവിടെ നേരത്തെ അഖിൽ സുരേഷ് പറഞ്ഞു നിർത്തി. നമ്മൾ 6 മാസം മുൻപ് നടത്തുമ്പോൾ 15% എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് UDF LDF സ്ഥാനാർത്ഥികൾ തമ്മിൽ 15% വോട്ട് ഡിഫറൻസ് ഉണ്ടാകുമെന്ന് പ്രവചനമാണെങ്കിൽ 6 മാസം കഴിയുമ്പോഴേക്കും അത് 9% ചുരുങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ഹൈബിയുടെ ഒരു 19,000 വോട്ടുകൾ പിടിച്ചെടുക്കാൻ ഈ ദിവസത്തെ പ്രചരണത്തിൽ ഷൈന് കഴിയുന്നു എന്ന് പറഞ്ഞത് കോൺഗ്രസ് കോട്ടയിലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. പാനൽ അതായത് ഹഷ്മി, കെ ജെ ഷൈൻ എന്ന ഷൈൻ ടീച്ചർ നേരത്തെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മോശം കാൻഡിഡേറ്റ് അല്ല. അവർ പാർട്ടിക്കകത്ത് അവർ സുപരിചിതയാണ്. അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ അവർ ആ നിലയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിലൊക്കെ നന്നായി അറിയുന്ന ആളുമാണ്. നല്ല പ്രാസംഗികയാണ്. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനൊക്കെ ഷൈൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്ക് അതീതമായുള്ള വോട്ടുകൾ നേടിയെടുക്കാൻ പാകത്തിലൊക്കെയുള്ള ഒരു ഫെമിലിയാരിറ്റി ഈ സ്ഥാനാർത്ഥിക്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ തന്നെ ഈ സാമുദായിക ഘടകങ്ങളൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം. അവിടെ ലത്തീൻ വിഭാഗത്തിൽ നിന്ന് ഷൈൻ ടീച്ചർ വരുമ്പോൾ CPMന് ചില കണക്കുകൂട്ടലുകളുണ്ട്. ഒരു വനിതാ മുഖത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ ആലോചിച്ചുറപ്പിച്ച് തന്നെയായിരിക്കണം കെ ജെ ഷൈൻ എന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം കൊണ്ടുവന്നുണ്ടാവുക. പക്ഷേ അത് ഹൈബി അട്ടിമറിക്കുന്ന തരത്തിലേക്ക് വളരുമോ എറണാകുളത്ത് എന്നതാണ്. പിന്നെ തോമസ് മാഷ് ഫാക്ടറൊക്കെ എറണാകുളത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു കാലത്ത് UDFനൊപ്പം ഉറച്ചു നിന്ന, എറണാകുളത്തിന് മുഖമായി നിന്ന തോമസ് മാഷ് ഇടതുപക്ഷത്തേക്ക് മാറിയതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ബാധിക്കുമെന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. PP അങ്ങനെ എന്ത് തോന്നുന്നു താങ്കൾക്ക്? തോമസ് മാഷൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനിക്കാവുന്ന ഒരു ഘടകമാകും? അല്ല, ഒരു കാര്യമുണ്ട്. പ്രൊഫസർ KV തോമസ് മാഷിനെ കുറിച്ച് പറയാതെ നമുക്ക് ഈ എറണാകുളത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ തവണ എറണാകുളത്ത് നിന്ന് ജയിച്ചു വന്നിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. അധികം വിവാദങ്ങളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അപ്പുറത്ത് ഒരു പ്രാക്ടിക്കലായിട്ട് എറണാകുളം മണ്ഡലത്തെ മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ് തോമസ് മാഷ് എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ സേവ്യർ അറക്കൽ അതുപോലെയുള്ള സെബാസ്റ്റ്യൻ പോളൊക്കെ വന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും തോമസ് മാഷ് അങ്ങോട്ട് മാറിയത് കൊണ്ട്, കാരണം UDF മണ്ഡലം വ്യക്തികളെ വെച്ചുകൊണ്ട് ഉള്ള ഒരു ഇതല്ല. പക്ഷേ ഇടതുപക്ഷം വളരെ തന്ത്രപരമായി അവർക്ക് സ്വാധീനമില്ലാത്ത സമുദായങ്ങളിലേക്ക് കയറി ചെല്ലുന്നു എന്നുള്ളതിൻ്റെ സൂചന കാണാൻ പറ്റും. ഇപ്പോൾ സെബാസ്റ്റ്യൻ പോളിനെ എത്ര സമർത്ഥമായിട്ടാണ് അവതരിപ്പിച്ചു കൊണ്ടുവന്ന് സെബാസ്റ്റ്യൻ പോളിനെ എറണാകുളത്തിൻ്റെ ഒരു സ്വാധീന, ഒരു സിംബോളിക്കായിട്ട് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു പുള്ളി. അതെ. അപ്പോൾ അതുപോലെ ഉയർത്തിക്കൊണ്ട് ജനതാദളിൽ നിന്നാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഷാജി ജോർജിനെ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചു, ഇപ്പോൾ ഷൈനെ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ലത്തീൻ സമുദായത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് വേണ്ടത്ര ഇൻറോഡ്സ് ഇല്ലാത്ത സമുദായങ്ങളിൽ പോലും നല്ല കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തി വിജയിപ്പിക്കാനുള്ള ഒരു തന്ത്രം. ഇപ്പോൾ വീണ ജോർജ് വന്ന കഥ നമുക്കറിയാം. ഒരുപാട് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത്രയും വിജയിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നേരത്തെ TK ഹംസയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ KT ജലീലിൻ്റെ കാര്യത്തിൽ വിജയിച്ച പോലെയുള്ളൊരു വിജയം
മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത്രയും സാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇവിടെ ഈ മറ്റ് സമുദായങ്ങളിൽ ഓർത്തഡോക്സിൽ അതുപോലെ തന്നെ മറ്റ് കത്തോലിക്ക സമുദായത്തിലൊക്കെ ആ തരത്തിലുള്ള ഇൻറോഡ്സ് ന്യൂനപക്ഷ സമുദായങ്ങൾ ഉണ്ടാക്കാൻ CPM-നും ഇടതുപക്ഷത്തിനും കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും വളരെ ശക്തമായിട്ട് UDF-ന്റെ കൂടിയായിരുന്നു. അതിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാനായിട്ട് LDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊരു വിജയത്തിലേക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളത് സംശയം. വിജയൻ, വോട്ടർമാർ പരിഗണിക്കുന്ന വിഷയം എന്തായിരിക്കും സത്യത്തിൽ എറണാകുളത്ത്? ഇതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായ രാഷ്ട്രീയം തന്നെയായിരിക്കും. ഇപ്പോൾ കെ വി തോമസ് എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ കെ വി തോമസിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കഴിയുമായിരുന്നല്ലോ അല്ലേ? അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം അത് ഓപ്റ്റ് ചെയ്യാതിരുന്നത്? രാഷ്ട്രീയമായി ഇവിടെ എറണാകുളത്ത് കെ വി തോമസിന് അദ്ദേഹം UDF-ലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിയ ദിവസം വൈകിട്ട് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഒരു പ്രതിഷേധം നടന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ, അല്ലേ? വളരെ മോശമായി കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ കണക്കിലെടുക്കുകയും ചെയ്തു ആ ദിവസങ്ങളിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് രാഷ്ട്രീയമായി UDF-ന്റെ ഒരു കോട്ട തന്നെയാണ്. ആ കോട്ടയ്ക്ക് എപ്പോഴെങ്കിലും ഇളക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ കുഴപ്പം കൊണ്ടുണ്ടായ ഇളക്കമാണ്. സെബാസ്റ്റ്യൻ പോളിന്റെ ജയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അന്ന് കോൺഗ്രസിനകത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത്. സേവിയർ അറക്കലിന്റെ കാര്യത്തിലൊക്കെ രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ, കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമാണ് കോൺഗ്രസിനോ UDF-നോ എന്തെങ്കിലും എറണാകുളം നഷ്ടമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വിപുലമായ രാഷ്ട്രീയം ഐക്യജനാധിപത്യ മുന്നണി എന്ന സംവിധാനത്തിന് ഇവിടെ ബാധിച്ചിട്ടില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം അവർ തോറ്റു കൊടുത്തു, അവർ കൊണ്ട് കളഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇതൊരു കോൺഗ്രസിന്റെ ഉറച്ച കോട്ട തന്നെയാണ്. ഇവിടെ കംഫർട്ടബിൾ ആണ്. തോമസ് മാഷ് ഫാക്ടർ ഒക്കെ ഉണ്ടാവും ചോദിക്കുമ്പോൾ തോമസ് മാഷിന്റെ മകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയൊക്കെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സാധ്യതയിലേക്ക് പോയേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു തീരുമാനം എടുക്കാൻ തോമസ് മാഷിന് ധൈര്യമില്ല. അത് മനസ്സിലായി. അതിലേക്ക് എറണാകുളം അത്രത്തോളം ഒരു ഉറച്ച ഒരു UDF-ന്റെ നന്നായി അറിയാവുന്ന ആളാണ്. അതെ. നമുക്കിപ്പോ എത്രയോ കാലങ്ങളായി ഇവിടൊക്കെ താമസിക്കുന്ന ആളുകൾക്കും ഇവിടെ മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്കും ഒക്കെ അറിയാം കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട്. കോൺഗ്രസ് ഒരു വികാരമായി കൊണ്ട് നടക്കുന്ന ആളുകൾ ഇവിടെ ധാരാളമുണ്ട്. ഇപ്പോൾ എത്രയോ കോൺഗ്രസ് പ്രവർത്തകർ നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ വളരെ കൈമയും മറന്ന് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഈ CPM-ന്റെ സംഘടനാ സംവിധാനം പോലെയാണ് എറണാകുളത്ത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം. വളരെ കരുത്തുറ്റ സംഘടനാ ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ? അതായത് ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ ഷൈൻ ടീച്ചർക്ക് കഴിയും. കഴിഞ്ഞ 2019 ഒരു ബേസ് ഇയർ ആയിട്ട് UDF-ന്റെ കാര്യത്തിൽ എടുക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിന് പല കാരണങ്ങളുണ്ട്. 2014 എടുത്തോ എനിക്കിത് തോന്നുന്നില്ല അതിനെക്കാട്ടിൽ മികച്ചതായിരിക്കും ഈ റിസൾട്ട് എന്നാണ് ഞാൻ കരുതുന്നത്. 2019 കേരളത്തിൽ ഒരു UDF-ന്റെ ബേസ് ഇയർ ആയി എടുത്ത് നമ്മൾ വിശകലനം ചെയ്യുന്നതിൽ വലിയ പ്രസക്തി ഇല്ല. ഘടകങ്ങൾ വളരെ ശരിയാണ്. കഴിഞ്ഞ 2019 ഫാക്ടേഴ്സും അനുകൂലമായിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ ഏതായാലും ഹാഷ്മി, നമുക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ ഒരു വിധിയെഴുത്ത് ഇപ്പോഴത്തെ നിലയിൽ സാധ്യമല്ല. കാരണം 3 സ്ഥാനാർത്ഥികളും ജയത്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് അഭിപ്രായ സർവേ ഹൈബി ഈഡന്റെ വിജയം പ്രവചിക്കുമ്പോഴും അവിടെ ഒരു ശക്തമായ മത്സരം നടക്കുമെന്ന് നമുക്ക് കരുതാം. ഹാഷ്മി, അതാണ് ഇപ്പോൾ പറയാൻ ഉറപ്പായും എന്ത് പറഞ്ഞത് ആരെയാണ് ബാധിക്കുക? ഇനി 17 ദിവസങ്ങൾ ബാക്കിയാണ്. നിലവിൽ ഈ സൂചന പ്രകാരം ഹൈബി ഈഡൻ അത്ര ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും അവിടെ നമ്മൾ 6 മാസം മുൻപ് 15% മാർജിൻ പറഞ്ഞെടുത്ത് ഈ 6 മാസങ്ങൾക്ക് ഇപ്പുറം അത് 9% സ്ഥാനാർത്ഥി പ്രഖ്യാപന ശേഷം ചുരുങ്ങുന്നെങ്കിൽ അതൊരു സൂചനയാണ്. അത് ഇടത് സ്ഥാനാർത്ഥി നേരത്തെ നടത്തിയ പല സ്വതന്ത്ര പരീക്ഷണങ്ങളെ പോലെ ഒരു പരാജയപ്പെട്ട പരീക്ഷണം ആണോ എന്നൊരു സംശയം ഉയർന്നു, അല്ലെങ്കിൽ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ് എന്ന സൂചന നൽകുന്ന ഒന്നാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ പ്രചരണ പോരാട്ടം അങ്ങനെ കടുക്കട്ടെ.